പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിന് ശേഷം നമ്മുടെ രാജ്യം വീണ്ടും ഒരു ജനസംഖ്യാ കണക്കെടുപ്പിലേക്ക്, അതായത് സെൻസസ് അറിയാലോ, കണക്കെടുപ്പ്, അതിലേക്ക് കടക്കുകയാണ്. ഇത് വെറും ഒരു തലയെണ്ണലല്ല, ഡിജിറ്റൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവര ശേഖരണമാണ്. ഇത്തവണ വീട്ടിലിരുന്ന് സ്വന്തം മൊബൈലിലൂടെ നമുക്ക് തന്നെ വിവരങ്ങൾ രേഖപ്പെടുത്താം. അതിനാണ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. എന്താണ് സെൽഫ് എന്യൂമറേഷൻ? ഇത് നിർബന്ധമാണോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ സെൽഫ് എന്യൂമറേഷൻ എന്നത് നിർബന്ധമല്ല. ഇത് എല്ലാവരും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് ഓൺലൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതി പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. അതിനെ മറ്റുള്ളവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ SIRന്റെ സമയത്ത് നെട്ടോട്ടം ഓടിയിരുന്നല്ലോ, ആ നെട്ടോട്ടമൊന്നും ഇതിന്റെ കാര്യത്തിൽ ഓടേണ്ടതില്ല. ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തും. ഓൺലൈനായി വിവരങ്ങൾ നൽകാത്തവരുടെ വീടുകളിൽ ജൂലൈ 1 മുതൽ സെൻസസ് ഉദ്യോഗസ്ഥർ, എന്യൂമറേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. അവർ നേരിട്ട് നിങ്ങളുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചോളും. വീട്ടിലെ കുടുംബനാഥനോ അല്ലെങ്കിൽ വീട്ടുവിവരങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു മുതിർന്ന അംഗത്തിനോ ഒക്കെ ഓൺലൈനായി ഈ വിവരങ്ങളെല്ലാം നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. കുടുംബം എന്ന കണക്കിലാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് കുടുംബം എന്നാൽ എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരേ വീട്ടിൽ താമസിച്ച് ഒരേ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന എല്ലാവരും ഒരു കുടുംബമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ടാവുമല്ലോ, നിങ്ങളുടെ ജോലിക്കാർ, വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ കുടുംബത്തിന്റെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ മറ്റു പഠനത്തിനോ ജോലിക്കോ ആയിട്ട് വിദേശത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ കണക്കെടുപ്പിൽ വരില്ല. അതായത് ഇപ്പോ ഈ സെൻസസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ആരൊക്കെ ഉണ്ട് എന്നതാണ് നോക്കുന്നത്. ഹോസ്റ്റലുകള്, ഹോട്ടലുകള്, ആശുപത്രികള്, ബോർഡിങ്ങുകള്, വൃദ്ധസദനങ്ങള്, ജയിലുകൾ, ഇവയിലൊക്കെ കഴിയുന്നവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് അവിടെ എത്തും. വഴിയോരങ്ങളിൽ താമസിക്കുന്നവർക്കായിട്ട് പ്രത്യേകം രാത്രികാല പരിശോധന ഉണ്ടാവും. അങ്ങനെ വിവരങ്ങളെല്ലാം ശേഖരിക്കും. ഒന്നാം ഘട്ടം സെൻസസ് ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കും. വീടിന്റെ നിർമ്മാണം, കുടിവെള്ളം, വൈദ്യുതി, കക്കൂസ്, ശൗചാലയങ്ങള്, അതുപോലെ ഇന്ധനം, വാർത്താവിനിമയ സൗകര്യങ്ങൾ തുടങ്ങി അടിസ്ഥാന വിവരങ്ങളാണ് ചോദിക്കുക. ഈ ഘട്ടത്തിലാണ് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഘട്ടം, ഇത് 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടക്കുക. ഈ സമയത്ത് വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുക. ആ സമയത്ത് നാട്ടിലുള്ള എല്ലാവരെയും, അതായത് പുറം നാട്ടുകാർ ഉൾപ്പെടെ അവരെല്ലാവരെയും എണ്ണത്തിൽ ഉൾപ്പെടുത്തും. സെൽഫ് എന്യൂമറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഓൺലൈനായി സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെ എന്നാണ് ഇനി പറയുന്നത്. വീഡിയോയിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും വിട്ടുപോയാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വിടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. പോർട്ടലിൽ നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ census.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറുക. ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. തുടർന്ന് കുടുംബനാഥന്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുത്ത് മൊബൈൽ വരുന്ന OTP അടിച്ച് ലോഗിൻ ചെയ്യാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജില്ലയും സ്ഥലവും കൃത്യമായിട്ട് നൽകിയ ശേഷം സ്ക്രീനിൽ കാണുന്ന മാപ്പ് പൂർണ്ണമായി സൂം ചെയ്ത് നിങ്ങളുടെ വീട് ഇരിക്കുന്ന കൃത്യമായ ലൊക്കേഷൻ മാർക്ക് ചെയ്യാം. ഇതാണ് ഓൺലൈൻ ആയാലൊരു ഗുണേ. മിക്കവാറും നമ്മുടെയൊക്കെ വീട് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീടിരിക്കുന്ന സ്ഥലം കിട്ടും. അത് കൃത്യമായി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഭവന സെൻസസുമായി ബന്ധപ്പെട്ട് ആകെ 34 ചോദ്യങ്ങളാണുള്ളത്. ഈ 34 ചോദ്യങ്ങളും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്, ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന്. ഇതിൽ കെട്ടിട നമ്പർ, സെൻസസ്, ഹൗസ് നമ്പർ തുടങ്ങിയ 4-5 ചോദ്യങ്ങൾ നമ്മൾ പൂരിപ്പിക്കേണ്ടതില്ല. അത് പിന്നീട് എന്യൂമറേറ്റർമാർ ചെയ്യും. ബാക്കി ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നമ്മൾ നൽകണം. ഡ്രാഫ്റ്റ് ആയിട്ട് നമുക്ക് വിവരങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യാം. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോം പൂരിപ്പിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും നിർത്തിവെക്കേണ്ടി വന്നാൽ, നമുക്ക് നിർത്തിച്ചെഴുന്നേറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നീട് ഇതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ബാക്കി പൂരിപ്പിക്കാൻ പറ്റും. അതായത് ഒറ്റയടിക്ക് മുഴുവൻ കാര്യങ്ങളും പൂരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. നമുക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്താൽ മതി. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോം പൂർണ്ണമായി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ H എന്ന് തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള ഒരു SCID നിങ്ങളുടെ മൊബൈലിലും ഇമെയിലിലും വരും. ഇതൊന്ന് കുറിച്ചു വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഒക്കെ ഒന്ന് ചെയ്യണം. അതെവിടെയെങ്കിലും ഒക്കെ ഒന്ന് എഴുതി വെക്കണം. ഇത് സുരക്ഷിതമാണോ എന്നാണ് അടുത്ത ചോദ്യം. തെറ്റുകൾ വന്നാൽ എന്ത് ചെയ്യും? പൂർണ്ണ സുരക്ഷിതമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100% ഡിജിറ്റൽ സെൻസസ് നടക്കുന്നത്.
നമ്മുടെ വിവരങ്ങൾ ചോരാതിരിക്കാൻ വാട്സാപ്പിലേതുപോലെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് രീതിയിലാണ് ഈ സിസ്റ്റം ഒരുക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാത്തവർ ഒരു പേടിയും പേടിക്കേണ്ട, മലയാളത്തിലും ലഭ്യമാണ്. മലയാളം ഉൾപ്പെടെ 16 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഭാഷ നമ്മൾ അങ്ങ് തിരഞ്ഞെടുത്താൽ മതി. ഇനി ഓഫ്ലൈൻ ആപ്പ്. ഇന്റർനെറ്റ് ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിൽ പോലും ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പ്രത്യേക ആപ്പുണ്ട്. ഈ ആപ്പിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്താൽ അത് ഉടൻ ഫോണിൽ നിന്ന് മാഞ്ഞു പോകും, കേന്ദ്ര സെർവറിലേക്ക് അങ്ങ് പോവുകയും ചെയ്യും. തെറ്റുകൾ തിരുത്താനും അവസരമുണ്ട്. ഫോം സബ്മിറ്റ് ചെയ്ത ശേഷം ഓൺലൈനിൽ നമുക്ക് എഡിറ്റിംഗ് സാധ്യമല്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ നിങ്ങൾ പേടിക്കേണ്ട. അത് സെൻസസ് ഓഫീസർ നിങ്ങളെ വീട്ടിൽ വന്ന് വിവരങ്ങൾ ഒത്തുനോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ തെറ്റുകൾ തിരുത്താൻ അവസരമുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, തിരുത്തിക്കോളും. ഓൺലൈനായി കിട്ടിയ SC ID അവർ വരുമ്പോൾ അങ്ങ് കൈമാറി വെച്ചാൽ മതി, അവർക്ക് അങ്ങ് കൊടുത്താൽ മതി. ഇനി 34 ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. 1. കെട്ടിടത്തെയും വീടിനെയും കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, അതായത് കെട്ടിട നമ്പർ. ഇത് സാധാരണയായി എനിമേറ്റർ പൂരിപ്പിച്ചോളും, നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല. പക്ഷെ കെട്ടിട നമ്പർ നമുക്ക് അറിയാലോ. മേൽക്കൂര, ചുവര്, തറ എന്നിവയുടെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ, ഉദാഹരണത്തിന് കോൺക്രീറ്റ് ആണോ, ഓടാണോ, കല്ലാണോ, കട്ടയാണോ, സിമന്റ് ആണോ, മരമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് വരുന്നത്. പിന്നെ ആ കെട്ടിടം അത് താമസിക്കാൻ മാത്രമാണോ അതോ താമസത്തോടൊപ്പം മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് അടുത്തത്. അതായത് നമുക്കറിയാലോ, ഈ ചില ടൂറിസം മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൂമുകൾ നമ്മൾ കൊടുക്കാറുണ്ട്, ഹോം സ്റ്റേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഒരു നില നമ്മൾ വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ടോ? ഇനി അതെങ്കിലും ഒരു റൂം കച്ചവടത്തിനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കും. ഒരു ബിൽഡിങ്ങിന്റെ ഒരു റൂം നമ്മൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെയാണ് ആ ചോദ്യം ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം വീടിന്റെ അവസ്ഥയാണ്. വീട് നല്ല നിലയിൽ, നല്ല കെട്ടുറപ്പുള്ള, അടച്ചുറപ്പുള്ള നല്ല വീടാണോ, അതോ അറ്റകുറ്റപ്പണികൾ വല്ലതും ആവശ്യമുള്ളതാണോ, അതോ ജീർണിച്ച് കൊഴിഞ്ഞു വീടാറായി നിൽക്കുന്നതാണോ എന്നുള്ള കണക്ക് കൂടി അതിനകത്ത് വരേണ്ട. അതാണ് അടുത്ത ചോദ്യം വരുന്നത്. പിന്നീട് മുറികളുടെ എണ്ണമാണ്. കുടുംബത്തിലുള്ളവർക്ക് താമസിക്കാൻ വേണ്ടി ഈ വീട്ടിലാകെ എത്ര മുറികളുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം. ഇത് നമ്മളെ വീടുകളെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ വീടുകളെ കുറിച്ച്, നമ്മുടെ താമസ സ്ഥലത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ സെക്ഷനിൽ വരുന്നത്. അടുത്ത സെക്ഷനിൽ, രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളും അവരെ കുറിച്ചുള്ള പൊതു വിവരങ്ങളാണ്. അടുത്ത ചോദ്യമായി വരുന്നത് കുടുംബത്തിന്റെ നമ്പർ. അതായത് ഓൺലൈൻ സിസ്റ്റം തനിയെ നൽകുന്നതാണ് കുടുംബത്തിന്റെ നമ്പർ, നമ്മൾ ബേജാറാകണ്ട. കുടുംബത്തിന്റെ ആകെ അംഗങ്ങൾ എത്രയാണ്, വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ട്രാൻസ്ജെൻഡർമാരുണ്ടെങ്കിൽ അവരുടെയും ഒക്കെ ആകെ എണ്ണമാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് കുടുംബനാഥനെ കുറിച്ചാണ്. അത് കുടുംബനാഥനോ അതായത് സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. പിന്നെ പട്ടികജാതി പട്ടികവർഗ ആണോ കുടുംബനാഥൻ, SC ST വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. പിന്നെ ചോദിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ, അതായത് കക്കൂസും വെള്ളവും വൈദ്യുതിയും ഉണ്ടോ എന്നാണ് ചോദ്യം. ഇതാണല്ലോ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ, അതുണ്ടോ എന്നാണ്. പിന്നെ ആ വീടിന്റെ സ്ഥിതി, അതായത് ഉടമസ്ഥാവകാശമാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അത് സ്വന്തം വീടാണോ, അതോ വാടക വീടാണോ, അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ളതാണോ എന്നതൊക്കെയാണ് ആ ചോദ്യം വരുന്നത്, നമ്മൾ താമസിക്കുന്നത്. പിന്നെ കുടിവെള്ളത്തിന് പ്രധാന സ്രോതസ് ഏതാണ്, പൈപ്പ് വെള്ളമാണോ, കിണർ വെള്ളമാണോ, കുഴൽക്കിണറാണോ, ഇനി ഹാൻഡ് പമ്പ്, അത് ഇവിടെ ഇല്ല, ഉത്തരേന്ത്യയിലൊക്കെ അതുണ്ട്, കൈപ്പമ്പാണോ, ഇനി പുഴയിൽ നിന്നും തോട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണോ, ഇതിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. പിന്നെ കുടിവെള്ളത്തിന്റെ ലഭ്യത ചോദിക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടോ, അതായത് കുടിവെള്ള സ്രോതസ് വീടിന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്താണോ, അതോ ദൂരെ നിന്ന് ഏറ്റിക്കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ, അതുമുണ്ട്. ഈ ഏറ്റിക്കൊണ്ടുവരുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ നമ്മൾ ചിന്തിക്കണം, കിലോമീറ്ററുകൾ നടന്ന് വെള്ളം കൊണ്ടുവരുന്ന ആൾക്കാർ ഉത്തരേന്ത്യയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പിന്നെ വീട് വൈദ്യുതീകരിച്ചാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രകാശത്തിനുള്ള സ്രോതസ് വൈദ്യുതിയാണോ, അതോ മണ്ണെണ്ണയാണോ, അല്ലെങ്കിൽ സോളാറാണോ, ഇനി അതുമല്ല മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇനി വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥയുണ്ടോ, അത്തരം കാര്യങ്ങളാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ ഒരല്പം അയ്യേ എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ശൗചാലയം, ടോയ്ലറ്റ് സൗകര്യം, വീട്ടിൽ ശൗചാലയം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഫ്ലഡ് സിസ്റ്റം ആണോ അതോ കുഴിക്കക്കൂസാണോ, അതാണ് ചോദ്യം. അതായത് ഉത്തരേന്ത്യയിലേക്ക് കുഴി കുത്തിയിട്ട് 2 കമ്പും എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന് കാര്യം സാധിക്കുന്ന പരിപാടിയുണ്ട്. അതാണ് കുഴിക്കക്കൂസ് എന്ന് പറയുന്നത്. നമുക്കത് പണ്ട് ജാംബവന്റെ കാലത്തുണ്ടായിരുന്നു. നമുക്കെല്ലാം ഫ്ലഷ് ആണല്ലോ, അല്ലെ? ഇപ്പൊ എല്ലാവർക്കും ഫ്ലഷ് ആണ്. അതുകൊണ്ട് നമുക്ക് അതേ രേഖപ്പെടുത്താൻ ഉണ്ടാവുള്ളൂ. ഇനി ആ വെള്ളം ഒഴിക്കുന്നതും ഫ്ലഷ് തന്നെയാണ് കേട്ടോ, അല്ലാതെ അതിന് ബോക്സ് തന്നെ വേണമെന്നില്ല. അടുത്ത ചോദ്യം അതിന്റെ ഉപചോദ്യമായിട്ട് തന്നെ വരുന്നതാണ്. ഈ കക്കൂസ് അല്ലെങ്കിൽ ഈ ശൗചാലയം ഒരു കുടുംബം മാത്രം ഉപയോഗിക്കുന്നതാണോ അതോ മറ്റു കുടുംബങ്ങളുമായിട്ട് പങ്കിടുന്നതാണോ? ഇത് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ ബാധകമാണ്. കാരണം ഈ ക്വാർട്ടേഴ്സുകൾ ഉണ്ടല്ലോ, ലൈൻ ക്വാർട്ടേഴ്സുകൾ തുടരെ ഉള്ളത്, ചിലത് പൊതു കക്കൂസായിട്ട് ഉണ്ടാകാം, ഓരോ ക്വാർട്ടേഴ്സിനും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ
പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് എഴുതേണ്ടി വരും. ചിലപ്പോൾ കുറെ കുടുംബങ്ങൾക്ക് ചേർന്നിട്ട് ഒരു കക്കൂസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. മലിനജലം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടോ? അതാണ് അടുത്തത്. അടച്ച ഡ്രെയിനേജ് ഉണ്ടോ, തുറന്ന ഡ്രെയിനേജ് ആണോ, അതോ ഡ്രെയിനേജ് സൗകര്യം ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ചോദ്യം വരുന്നത്. അടുത്ത ചോദ്യം കുളിമുറി ഉണ്ടോ എന്നാണ്. കുളിമുറി, വീട്ടിനുള്ളിൽ കുളിമുറി സൗകര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. 4ാമത്തെ സെക്ഷനിലെ ആദ്യ ചോദ്യം, അതായത് അടുക്കളയും പാചക ഇന്ധനവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം വരുന്നത്. വീടിനുള്ളിൽ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക അടുക്കളയുണ്ടോ, പുക പുറത്തു പോകാനുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെയാണ്. അതായത് ഈ അടുപ്പുണ്ടാവുമല്ലോ, അടുപ്പ്, പുകയില്ലാത്ത അടുപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, കുഴൽ പുറത്തൊക്കെ വെച്ചിട്ട്, ആ പുക അതിൻ്റെ ഉള്ളിൽ ശ്വസിച്ചുകൊണ്ട് വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അതൊക്കെ പുറത്തേക്ക് വിടാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഏതാണെന്ന് അടുത്ത ചോദ്യമുണ്ട്. അത് LPG ആണോ, ഇനി അതല്ല പൈപ്പ്ഡ് ഗ്യാസ് ആണോ, അതായത് നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈനിൽ നിന്ന് കണക്ഷൻ എടുത്ത ഒരുപാട് പേരുണ്ട്. ഇനി അവരാരെങ്കിലും ആണോ, ഇനി വിറക് ഉപയോഗിക്കുകയാണോ, ഇനി ബയോഗ്യാസ് ആണോ, മണ്ണെണ്ണയാണോ, കരിയാണോ, വൈദ്യുതിയാണോ എന്നാണ്, ഇതിലേതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ സന്ദർഭോചിതമായിട്ട് പറയട്ടെ, ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. ഗ്യാസ് കിട്ടാനില്ല. നമ്മുടെ കേരളത്തിൽ ഞാനടക്കമുള്ള ഒരുപാട് പേര് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓയിൽ അടുപ്പുണ്ട്, അത് ഇതിനകത്ത് ഇല്ല. ഇനി മണ്ണെണ്ണ പറ്റൂല, കരി പറ്റൂല, വൈദ്യുതിയിലൊന്നും പെട്ടതല്ല. ഓയിൽ അടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അടുത്ത ചോദ്യം വീട്ടിലുള്ള മറ്റ് ആസ്തികളും സൗകര്യങ്ങളെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പണം ഇടപാട് നടത്താൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടോ. അടുത്ത ചോദ്യം വീട്ടിൽ കുറച്ച് ബോധവും പൊക്കണമൊക്കെ ഉള്ള ആൾക്കാരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. വീട്ടിൽ റേഡിയോ ഉണ്ടോ എന്നാണ് ആ ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ ടെലിവിഷൻ ഉണ്ടോ. പിന്നെ അതിനടുത്ത ചോദ്യം ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടോ, വീട്ടിൽ ഫൈബർ കണക്ഷനോ മറ്റോ എടുത്തിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ഇന്റർനെറ്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂടെ അറിയാനുണ്ട്, അത് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇന്റർനെറ്റ് ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അതിനടുത്ത ചോദ്യമായിട്ട് ലാൻഡ് ഫോൺ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടോ, അതോ സ്മാർട്ട് ഫോൺ ആണോ ഉപയോഗിക്കുന്നത്. ഈ കാര്യങ്ങളാണ് അതിനടുത്ത ചോദ്യമായിട്ട് വരുന്നത്. പിന്നെ വാഹനങ്ങളുടെ കാര്യം ചോദിക്കുന്നുണ്ട്. സൈക്കിളാണോ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ടോ, മോപ്പഡാണോ, കാറാണോ, ജീപ്പ്, വാൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അവസാനമാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യമായിരുന്നു അത് ചോദിക്കേണ്ടിയിരുന്നത്, പക്ഷേ അത് ഏകദേശം അവസാനം ചോദിക്കുന്നത് വല്ലതും തിന്നാനുണ്ടോ എന്നുള്ളത്. പ്രധാന ഭക്ഷണം എന്താണെന്ന്, കുടുംബത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രധാന ധാന്യം ഏതാണ് എന്നാണ്. അരി, ഗോതമ്പ് തുടങ്ങിയവ. ഈ അരിയല്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഞാൻ മറ്റൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. നമ്മൾ മലയാളികൾക്ക് ഈ അസുഖം കൂടുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. എത്ര പേര് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിൽ നമുക്ക് പറ്റില്ലല്ലോ, അതിന് വേറെ ചെയ്യാം. ഏതായാലും അരി, ഗോതമ്പ് തുടങ്ങിയവ ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാണ്. നമുക്ക് അരിയാണ്, ഉത്തരേന്ത്യയിൽ ചിലപ്പോൾ അത് ഗോതമ്പായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഡിജിറ്റൽ ഇന്ത്യയുടെ ഈ വലിയ പങ്കാളിത്തത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ജൂലൈ 1 മുതൽ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ആള് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ കൃത്യമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്നവർക്ക് പണി കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഇനി അതിന്റെ ഒരു വാശിയും വൈരാഗ്യമൊന്നും വേണ്ട. ഇനി അതിന്റെ പേരിൽ പൗരത്വം ഇനി നഷ്ടപ്പെടുവോ, പുറത്തു പോവോ എന്നൊന്നും പേടിക്കേണ്ട. ആദ്യഘട്ടത്തിൽ ഇവിടെ താമസിക്കുന്നവരുടെ ലിസ്റ്റും 2ാം ഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ മുഴുവൻ ഉള്ളവരുടെ ലിസ്റ്റുമാണ് വരുന്നത്. എല്ലാവരും ലിസ്റ്റിൽ പെടും. ആരെയും പിടിച്ച് പുറത്താക്കാനൊന്നും പോകുന്നില്ല. ഇനി അതിന്റെ പേരിൽ ആരും ഒച്ചയും പിള്ളയും നായായിട്ടുണ്ടാക്കാൻ നിൽക്കേണ്ട. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഉപകാരപ്രദമായിട്ട് വീഡിയോ വീണ്ടും ചെയ്യാമെന്നാണ് കരുതുന്നത്. പിന്നെ അവസാനമായിട്ടൊരു കാര്യം, അങ്ങനെ എല്ലാ വീഡിയോയിലൊന്നും പറയുന്ന കാര്യമല്ല, ചുമ്മാ അല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണത്ത് അമർത്തി വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് പോയിക്കോളി. Different angles. Don't forget to subscribe and support this channel.